വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ. നമുക്കറിയാം നിയമസഭാ സമ്മേളനമല്ല, നിയമസഭയിൽ ആദ്യമായിട്ട് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കാണ്, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരാണ്. അതിൻ്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു. എങ്ങനെയാണ് വടശ്ശേരി ദാമോദര മേനോൻ സതീശനായത് എന്നുള്ള ചോദ്യങ്ങളൊന്നും, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളിലൂടെയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും അദ്ദേഹത്തിനെ സംഘപരിവാറുമായിട്ട് കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഒരുപാട് പേരുദോഷങ്ങൾ അദ്ദേഹം കേൾക്കുന്നുണ്ട്, ഇപ്പോഴും കേൾക്കുന്നുണ്ട്. സംഘപരിവാറിൻ്റെ അനുകൂലിയാണ്, സംഘപരിവാറുകാരനാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ള ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരുണ്ട്. പക്ഷേ ഇപ്പോൾ വരുന്നൊരു വാർത്ത എന്ന് പറയുന്നത് ഒരു ക്വിസ് മത്സരം, അതിലേക്ക് വി.ഡി. സവർക്കറിൻ്റെ പേര് വരുന്ന ഒരു ചോദ്യം കടന്നു വരുന്നു. ബ്രിട്ടീഷുകാരാൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട വ്യക്തിയുടെ പേര് വി.ഡി. സവർക്കർ. ആ ചോദ്യം എങ്ങനെ വന്നു എന്നുള്ള വിമർശനങ്ങൾ ഇപ്പോൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും സജീവമായിട്ട് വി.ഡി. സതീശൻ, സംഘപരിവാർ സതീശൻ എന്നുള്ള രീതിയിലൊക്കെ വലിയ ആക്ഷേപങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ഇതിൽ വി.ഡി. സതീശൻ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. വി.ഡി. സതീശൻ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അത് സംസ്ഥാനത്താകെ കൊടുക്കുന്നൊരു നിർദ്ദേശമാണെങ്കിൽ നമുക്ക് ആ രീതിക്ക് ഇതിനെ കണക്കാക്കാം. പക്ഷെ ഇത് കാസർഗോഡ് 3 ഉപജില്ലകളിൽ മാത്രമാണ് ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നത്. കാസർഗോഡ്, കുമ്പള, മഞ്ചേശ്വരം, ഇവിടുത്തെ 3 പ്രധാനപ്പെട്ട ആളുകളെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ യാഥാർത്ഥ്യത്തിൽ നമുക്കറിയാം, കാസർഗോഡ് പ്രദേശത്തിലേക്ക് പോകുമ്പോൾ കർണാടക അതിർത്തി പ്രദേശമാണ്. കുറച്ചും കൂടെ സംഘപരിവാർ ചായ്വുള്ളവർക്ക് നിലനിൽക്കുന്നൊരു സ്ഥലമാണ് ഈ പറയുന്ന കുമ്പളയും മഞ്ചേശ്വരം ഒക്കെ തന്നെയും ആ നിലയ്ക്കാണ്. അപ്പോൾ അവിടെ കടന്നുകയറ്റം നടത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ അധ്യാപകർ തന്നെയാണ്. ആ ചോദ്യം തയ്യാറാക്കിയിരിക്കുന്ന അധ്യാപകർ തന്നെയാണ്. ആ ചോദ്യം തന്നെ എത്ര തെറ്റാണ്, എത്ര പിശകുള്ളൊരു ചോദ്യമാണ്. അത് ടൈ ബ്രേക്കറാണ്. അപ്പോൾ കുട്ടികളാരും ഈ ഉത്തരം എഴുതി അങ്ങനെ ശരിയാവണ്ട, ആരും ജയിക്കണ്ട എന്നുള്ള തീരുമാനം തന്നെ അതിലുണ്ടാക്കുന്നത്. ഇങ്ങനൊരു ചോദ്യം ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യ സമരത്തിൽ ശിക്ഷിക്കപ്പെട്ട വ്യക്തി ആരെന്ന ചോദ്യം ചോദിക്കുമ്പോൾ വി.ഡി. സവർക്കർ എന്ന് മനസ്സിൽ പോലും വിചാരിക്കാൻ ഒരിടയുമില്ല. വി.ഡി. സവർക്കർ ആ ചരിത്രത്തിലേ ഇല്ല. യാഥാർത്ഥ്യത്തിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട കൂട്ടത്തിലേ ഇല്ല എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചോദ്യം തയ്യാറാക്കിയിരിക്കുന്ന അധ്യാപകർ ഒരു സംഘപരിവാർ അജണ്ടയുള്ളവർ തന്നെയാണ് എന്നത് വ്യക്തമാക്കുന്ന ചോദ്യപേപ്പറാണ് നാം ഇന്ന് കണ്ടത്. അല്ല, ഇതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ വി.ഡി. സവർക്കർ അദ്ദേഹം സ്വാതന്ത്ര്യ സമര കാലത്ത് പറഞ്ഞത്, നിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിന് പോയാൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങളുടെ കുടുംബമില്ലാതാകും. നിങ്ങൾക്ക് സ്വാതന്ത്ര്യ സമരത്തിന് പോകുമ്പോൾ നിങ്ങളുടെ കുടുംബത്തെ പറ്റിയുള്ള വേവലാതികൾ വരും, കുടുംബത്തെ പറ്റിയുള്ള വിഷമങ്ങൾ വരും. നിങ്ങൾ എന്നോടൊപ്പം വരും, നിങ്ങൾക്ക് എല്ലാം തരാം, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ സ്വാതന്ത്ര്യ സമരത്തിന് പോയി നിങ്ങളുടെ ജീവിതം കളയണ്ട, എന്നോടൊപ്പം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഹിന്ദു സമൂഹം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പോയ ആളുകളെ വഴിചലിപ്പിച്ച് തന്നിലേക്ക് കൊണ്ടുവരാൻ നോക്കിയ ഒരാളാണ്. അതുപോലെ മാപ്പ് എഴുതി കൊടുക്കുന്ന സ്ഥിതിയും അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ചരിത്രത്തിൽ യാഥാർത്ഥ്യത്തിൽ ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം നടത്താത്തൊരു വ്യക്തിയാണ് വി.ഡി. സവർക്കർ. അല്ല, ഇവിടെയാണ് നമ്മൾ PM ശ്രീ പോലുള്ള പദ്ധതികൾ, എന്തുകൊണ്ടാണ് കേരളത്തിൽ PM ശ്രീ ഇത്രത്തോളം വിവാദമാകുന്നതും PM ശ്രീ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ആളുകൾ നടത്താൻ പാടില്ല, നടപ്പിലാക്കാൻ പാടില്ല എന്ന് വീണ്ടും ആവർത്തിച്ച് പറയുന്നതിന്റെ കാരണം എന്താണ്? അതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് ഈ സിലബസുകളിലേക്ക് കൃത്യമായിട്ട് സംഘപരിവാർ അജണ്ടകൾ കുത്തിക്കയറ്റാൻ കഴിയുമെന്ന് തന്നെയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളുടെ പാഠ്യപദ്ധതിയിലേക്ക് നമ്മളറിയാത്ത ചരിത്രങ്ങൾ, നമ്മൾ പഠിക്കുന്ന ചരിത്രങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളറിയാത്ത ചരിത്രങ്ങൾ നമ്മളെ തന്നെ കുത്തി നമ്മളിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഇന്ന് എന്താണ് ചെയ്തത്? പലപ്പോഴും പല വീഡിയോകളും പെയ്ഡാണ്, പ്രൊപ്പഗണ്ടകളാണ്. നമുക്കറിയാത്ത ചരിത്രം, നിങ്ങൾക്കിതറിയാമോ, ഈ രഹസ്യം അറിയാമോ, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞതല്ല ചരിത്രം എന്ന് പറഞ്ഞ് പലരും ഈ ചരിത്രത്തെ തന്നെ അതായത് ചരിത്രത്തെ മാനിപ്പുലേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ എഴുതുന്ന ചരിത്രമായിരിക്കത്തില്ല അങ്ങ് എഴുതുന്നത്. ചരിത്രത്തെ ആർക്ക് വേണമെങ്കിലും മാറ്റി കൊണ്ടുവരാം. കാരണം ഈ ചരിത്രകാരന്മാർ എഴുതുന്ന പല കാര്യങ്ങളും, ഇപ്പോൾ നമുക്കറിയാം ചില രാജാക്കന്മാരൊക്കെ പല പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട് എന്നുള്ള ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ചില കവിതകൾ പഠിക്കുമ്പോൾ ആ കവിതകളുടെ അടിയിലേക്ക് ചില രാജാക്കന്മാരുടെയൊക്കെ പേരുകൾ എഴുതി വെക്കാം, ചില ആളുകളുടെ പേരുകൾ എഴുതി വെക്കാം. യഥാർത്ഥത്തിൽ അതൊക്കെ സത്യമാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ അതിൻ്റെ യാഥാർത്ഥ്യം തേടിപ്പോയി കഴിഞ്ഞാൽ പല ആളുകളെ വെച്ച് എഴുതിപ്പിച്ച് അല്ലെങ്കിൽ ചില ആളുകൾക്ക് കൊടുക്കുന്ന
ഇപ്പൊ രാജാക്കന്മാർക്ക് സ്മരണയായിട്ട് കൊടുക്കുമല്ലോ കൃതികളൊക്കെ, ആ കൃതികൾ പിന്നീട് രാജാക്കന്മാരുടെ കൃതികളായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഈ ചരിത്രവും. ഈ ചരിത്രം, ആ ചരിത്രത്തിൽ പങ്കെടുക്കാത്ത ആളുകൾ പറയുന്ന അറിവുകൾ മാത്രമേ നമുക്കുള്ളൂ. അവരെഴുതിയ പുസ്തകങ്ങളിലൂടെയുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ. യഥാർത്ഥ ചരിത്രം നമ്മൾ പരിശോധിച്ചു പോവുകയാണെങ്കിൽ ആ ചരിത്രം, ഇപ്പോൾ ഗാന്ധിജി 13ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചു, ഗാന്ധിജി മോശക്കാരനായിരുന്നു, ഗാന്ധിജി പെണ്ണുപിടിയനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രൊപ്പഗണ്ടകൾ അടിച്ചുണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവര് പറയാൻ ശ്രമിക്കുന്ന എന്താണ്, ഇപ്പോൾ ഗാന്ധിജി അദ്ദേഹം എന്തുകൊണ്ടാണ് ഒരു മഹത്വമുള്ള ഒരാളായിട്ട് മാറിയത്, അല്ലെങ്കിൽ ഗാന്ധിജി എന്തുകൊണ്ടാണ് എല്ലാവരും രാഷ്ട്രത്തിൻ്റെ പിതാവായിട്ട് ഉൾക്കൊണ്ടത്, എങ്ങും എഴുതി വെച്ചിട്ടില്ല. മഹാത്മാഗാന്ധി രാഷ്ട്രത്തിൻ്റെ പിതാവാണ് എന്ന് എങ്ങും എഴുതി വെച്ചിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ആ കാലഘട്ടം മുതൽ ഇന്ന് വരെ മഹാത്മാഗാന്ധിയെ ഈ രാഷ്ട്രത്തിൻ്റെ പിതാവായിട്ട് നമ്മൾ കണക്കാക്കുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയാൻ കഴിയുന്ന രീതിയിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരും തെറ്റ് ചെയ്യാത്തവരല്ല. നമ്മളെല്ലാവരും നല്ല ആളുകൾ മാത്രമല്ല, നമ്മളിലുള്ള മോശം ചിന്തകളെ മാറ്റി നമ്മളൊരു രാജ്യത്തിന് വേണ്ടുന്ന, ഒരു രാജ്യത്തെ ചരിത്ര പുരുഷനായി മാറ്റാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുകയായിരുന്നു. ഗാന്ധിജി എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന് ഏറ്റവും മോശപ്പെട്ടൊരു സമയം എന്ന് പറയുന്ന ആ ട്രെയിനിലുണ്ടായൊരു സംഭവമാണ്. അതിന് വന്നതിന് ശേഷം അദ്ദേഹത്തിനോട്, ഇപ്പോൾ ഈ വിഷയം നമ്മൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യുന്നത് ജെൻസി കാലഘട്ടത്തിലാണ്, ജെൻസി സമരം നടക്കുമ്പോഴാണ്. അന്ന് പെർലിവാണി പറഞ്ഞൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അന്ന് സമരം ചെയ്യണം, അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കണമെന്ന് അന്ന് ഗാന്ധിജി പ്രതികരിക്കാൻ പോകുമ്പോൾ ഗാന്ധിജിയുടെ കുടുംബം മോനെ അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ഗാന്ധിജി പിന്തിരിഞ്ഞു പോയിരുന്നെങ്കിൽ ഇന്ന് ഗാന്ധിജി എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ ഉണ്ടാകില്ലായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടില്ല. അതെ, സ്വാതന്ത്ര്യം കിട്ടില്ലായിരുന്നു എന്നല്ല, ചിലപ്പോ മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടായേക്കാം. കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ചരിത്രം മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പലയിടങ്ങളിലും സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ അതിലൊന്നും പ്രതിപാദിക്കാൻ കഴിയാത്ത ഗാന്ധിജി എന്ന് പറയുന്ന ഒരാൾ ഉണ്ടാകില്ലായിരുന്നു. ഗാന്ധിജി ഇപ്പോഴും ഉൾക്കൊള്ളുന്നത് എന്തുകൊണ്ടാണ്? ഈ സ്വാതന്ത്ര്യ സമരത്തിൽ വ്യത്യസ്ത ആശയങ്ങളുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അത് ആക്രമിക്കണമെന്നുള്ള ആശയമുള്ളവർ, ഹിംസയിലൂടെ നേടണം, അഹിംസയിലൂടെ നേടണം, പല ആശയങ്ങളാണ്. ഈ പല ആശയങ്ങൾ പല കോണിൽ നിന്നും ഇരുന്നു കൊണ്ട് തന്നെയാണ് ഭാരതത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടായത്, ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ഉണ്ടായത്, ഇന്ത്യ ഒരു റിപ്പബ്ലിക് രാജ്യമായത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, ഈ ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് ചില ആളുകൾക്ക് വേണ്ടി മാത്രമായിട്ട്, അതായത് 100 വർഷമായിട്ട് രജിസ്റ്റർ ചെയ്ത സംഘടനകൾ, ഇവര് എന്തിനെ പിന്മുറക്കാരായിട്ടാണ് പറയുന്നത്? 5000 വർഷം മുമ്പുള്ള ചരിത്രത്തിന്റെ പിന്മുറക്കാരായിട്ടാണ് പറയുന്നത്. 5000 വർഷം മുമ്പുള്ള ഈ ചരിത്രത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സംരക്ഷകരായിട്ടാണ് ഇവർ പറയുന്നത്. പക്ഷെ അതിലേക്ക് ഇവർ വ്യാജ സന്ദേശങ്ങൾ, വ്യാജ ചരിത്രങ്ങൾ ഉണ്ടാക്കി, ഞങ്ങളായിരുന്നു ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഞങ്ങളാണ് അവരുടെ പിന്മുറക്കാർ എന്ന് മുറവിളി കൂട്ടുന്ന ആളുകൾ. ഇവരുടെ ചരിത്രം പരിശോധിച്ചു പോയി കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ സമരത്തിന് ഇവർ ഒരു സംഭാവനയും ചെയ്തിട്ടില്ല. സംഭാവന ചെയ്യാത്ത ആളുകൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ അനുയായികളും രാജ്യസ്നേഹികളും രാജ്യം അമ്മയാണ് എന്ന് പറയുമ്പോഴും നമുക്കുണ്ടാകുന്നത് എന്താണ്? ഇവരുടെ പഴയകാല ചരിത്രങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. പലപ്പോഴും നമ്മൾ നമ്മുടെ പുസ്തകങ്ങളിലൂടെ പഠിക്കുന്നത് എന്താണ്? ഇതൊക്കെ തന്നെയാണ്. പക്ഷെ അതിനെ എല്ലാം വളച്ചൊടിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ, ചില പ്രൊപ്പഗണ്ടകൾ നമ്മുടെ സിലബസിലേക്ക് കുത്തിക്കയറ്റപ്പെട്ടു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ PM ശ്രീ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്താണ് ഈ പറയുന്ന ചോദ്യം പോലും കാസർഗോഡ് കുറച്ച് ഉപജില്ലകളിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ യാഥാർത്ഥ്യത്തിൽ ഇത് കാവ്യവൽക്കരണം തന്നെയാണ്. പാഠ്യപദ്ധതിയെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമം തന്നെ PM ശ്രീയിലൂടെ നടക്കും. NEP 2020 നടപ്പിലാക്കുന്നതോടുകൂടെ തന്നെ ഈ എത്ര കൺകറന്റ് ലിസ്റ്റിലാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാലും കേന്ദ്രം തീരുമാനിക്കും ഇനി കേരളത്തിലെ കുട്ടികൾ എന്ത് പഠിക്കണം എന്ന്. ആ നിലയിലേക്ക് മാറും. എന്തുകൊണ്ട് VD സതീശൻ ഇപ്പോഴും പിന്മാറാൻ തയ്യാറാകുന്നില്ല, MOയിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകുന്നില്ല? അതിന് കുറേ നിയമവശങ്ങളുണ്ട്. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു തങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇത് കളയും എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും ഇതുമായി മുന്നോട്ട് പോകുന്നതിൽ എന്തോ ഒരു അപാകതയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ കാവ്യവൽക്കരണം ചരിത്രത്തിൽ മാത്രമല്ല നടക്കുന്നത്, ശാസ്ത്രം പരിശോധിക്കാം. ശാസ്ത്രം പരിശോധിച്ചാൽ ആദ്യം മൂക്കിൽ നടത്തിയ, അതായത് ഗണപതിയുടെ മൂക്കിൽ നടത്തിയതാണ് ആദ്യത്തെ
സർജറി, പ്ലാസ്റ്റിക് സർജറി എന്ന് പഠിപ്പിക്കുന്ന ഒരു കാലം വിദൂരമല്ല. ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ആരാണെന്ന ചോദ്യത്തിന് അതിനുള്ള ഉത്തരം ഏത് നിലയ്ക്കാണ് വരുന്നതെന്നുള്ള നമുക്ക് ബോധ്യമുണ്ട്. അതുപോലെ റൈറ്റ് സഹോദരന്മാർ കണ്ടുപിടിച്ചതല്ല ആദ്യത്തെ വിമാനം, പുഷ്പക വിമാനമാണ് ആദ്യത്തെ വിമാനം എന്നൊക്കെ പറയുന്ന അത്തരത്തിൽ ഇനി ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഉത്തരങ്ങളൊക്കെ നമ്മുടെ പാഠ്യപദ്ധതിയിൽ കാണും എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. PM ശ്രീയുമായി മുന്നോട്ട് പോയാൽ NEP നടപ്പിലാക്കും. NEPയിൽ പാഠ്യപദ്ധതി പരിഷ്കരണം ഉൾപ്പെടെ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. നമ്മുടെ പാഠ്യപദ്ധതി ആ രീതിയിലേക്ക് വളച്ചൊടിക്കപ്പെടും. കഴിഞ്ഞ സർക്കാർ ഇത്തരത്തിൽ പാഠ്യപദ്ധതി പരിഷ്കരണമായി കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോയ സമയത്ത് ശിവൻകുട്ടി കൃത്യമായി പറയുന്ന ഒരു നിലയുണ്ടായി. ഞങ്ങളുടെ കുട്ടികളെ ചരിത്രം പഠിപ്പിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഏതൊക്കെ പാഠഭാഗങ്ങളാണോ വെട്ടിമാറ്റാൻ പറയുന്നത് അതെല്ലാം ഞങ്ങൾ ഉൾപ്പെടുത്തുക തന്നെ ചെയ്യും. അങ്ങനെ അതിൽ ബദലായിക്കൊണ്ട് നിന്നുകൊണ്ടാണ് കഴിഞ്ഞ വർഷങ്ങളിൽ വിദ്യാഭ്യാസം മുന്നോട്ട് പോയിരുന്നത്. ഇതെല്ലാം പറയുമ്പോഴും അവിടെ ഏറ്റവും വലിയ ചോദ്യം, ഇപ്പോൾ ഈ ശിവൻകുട്ടിയെ പോലുള്ള ആളുകളൊക്കെ അപഹാസ്യരായിട്ട് നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കാശിന് വേണ്ടിയിട്ടാണെങ്കിലും കേരളത്തിലെ ചരിത്രം അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം അത് സംഘപരിവാർ അജണ്ടയിൽ കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ പിണറായി വിജയൻ ആണെങ്കിലും VD സതീശനാണെങ്കിലും കേരളം ഭരിക്കുമ്പോൾ ഇത്രയും കാലം അവർ പറഞ്ഞ നിലപാടുകളാണല്ലോ ഓരോ രാഷ്ട്രീയ പാർട്ടിയും ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. അവർ പറയുന്ന നിലപാടുകൾക്കനുസരിച്ചാണ് ജനങ്ങൾ മാറി മാറി വോട്ട് ചെയ്തത് ഇവർക്കെല്ലാം. അപ്പോൾ നിലപാടുകളിൽ വെള്ളം ചേർക്കരുത്. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളിത് കടലിലെറിയും കാറ്റിലെറിയും എന്നെല്ലാം പറയുന്നവർ തന്നെ വീണ്ടും ആ പദ്ധതിയുമായിട്ട് പോകുമ്പോൾ വിഷയങ്ങളുണ്ടാകും, സ്വാഭാവികമായിട്ട് ചോദ്യങ്ങളുണ്ടാകും. ഇപ്പോൾ നിയമവശങ്ങൾ അതിൻ്റെ മറ്റൊരു വിഷയമാണ്. നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പോൾ PM ശ്രീക്ക് ഒപ്പുവെച്ചത് പിണറായി വിജയനും നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടിയും ആണെങ്കിൽ പോലും അവർ പണം വാങ്ങിച്ചില്ലോ. ഇപ്പോൾ ഒരു കരാറിൽ ഒപ്പിടുമ്പോൾ ഇപ്പോൾ 2 കൂട്ടരും കൂടെയാണ് കരാറിൽ ഒപ്പിടുന്നത്. അപ്പോൾ ഒരാൾ പിന്മാറാൻ, രണ്ടുപേരും ഒപ്പിട്ടിട്ട് പണം വാങ്ങിയതിന് ശേഷം പെട്ടെന്ന് പിന്മാറാനൊന്നും പറ്റില്ല. അതിൻ്റെ നിയമവശങ്ങളുണ്ട്, അതിൻ്റെ മറ്റു വശങ്ങളുണ്ട്. പക്ഷേ പറയാൻ കഴിയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിലപാടുകൾ അത് കൃത്യമായിട്ട് ഇതിൻ്റെ വശങ്ങൾ ഇന്നതാണ്, അത് ജനങ്ങളെ ബോധിപ്പിക്കാൻ തയ്യാറാകണം. ജനങ്ങളുടെ മുന്നിലാണല്ലോ നിങ്ങൾ ഇതെല്ലാം പറയുന്നത്. കഴിഞ്ഞ കാലത്തിൽ നിങ്ങൾ പ്രതിപക്ഷത്തിരുന്ന കാലത്താണെങ്കിലും ജനങ്ങളുടെ മുന്നിലേക്കാണ് പറഞ്ഞത്, ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളിത് കാറ്റിലെറിയും, ഞങ്ങളിത് കടലിലെറിയും. കഴിഞ്ഞ പ്രതിപക്ഷ സ്ഥാനത്തിരുന്നാണ്. അതിനുശേഷം വന്നതിന് ശേഷം നിലപാടുകളിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യും. അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ വശങ്ങൾ, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിൽ നിന്നും പിന്മാറാൻ കഴിയാത്ത അവസ്ഥയുള്ളത്, അത് ജനങ്ങളെ ബോധിപ്പിക്കണം. അപ്പോൾ ഈ നിലപാടുകൾ പറയുന്നതും ഈ വിമർശനങ്ങൾ നടത്തുന്നതും ഈ സമരങ്ങൾ നടത്തുന്നതും പിണറായി വിജയനും അല്ലെങ്കിൽ DYFയും SFIയും ഇതേപോലുള്ള സംഘടനകൾ അവർ കഴിഞ്ഞ കാലത്ത് എന്താണ് ചെയ്തത്? ഈ പാർട്ടി ഒപ്പുവെച്ചപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? ഒരു വാക്കുകൊണ്ട് പോലും ഒന്ന് സമരം ചെയ്യാൻ കഴിയാതെ പോയി. ഇവിടെ ASFൻ്റെ കാര്യത്തിൽ ഞാൻ തിരിച്ചു പറയും, ASF ആണ് ആദ്യം സമരവുമായിട്ട് ഇറങ്ങുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ASF സമരവുമായിട്ട് ഇറങ്ങി, KSU ഇറങ്ങി. അപ്പോൾ ഇവർക്കെല്ലാം വിമർശിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. പക്ഷേ SFIയും DYFയും ഈ സംഭവം ഉണ്ടായപ്പോൾ അവരെന്താണ് ചെയ്തത്? ഒന്നും ചെയ്തില്ല. അവരാണ് ഇന്ന് ഇത് തിരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് VD സതീശനെതിരെ സമരവുമായിട്ട് പോകുന്നത്. അവിടെയാണ് അവർ അപഹാസ്യപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ചോദ്യം ചോദിക്കാനുള്ള അവകാശം കഴിഞ്ഞ കാലത്തിൽ നിങ്ങൾ കണ്ണടച്ചു, പക്ഷേ ഇപ്പുറത്തേക്ക് മറ്റൊരു അധികാര കേന്ദ്രം വന്നപ്പോൾ നിങ്ങൾ കണ്ണു തുറക്കുന്നു. അത് തെറ്റാണ്. ഇപ്പോൾ അവർ സമരം ചെയ്യരുത് എന്നല്ല, എന്ത് സമരം ചെയ്ത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതും സമരം ചെയ്ത് തന്നെയാണ് നമ്മൾ പല കാര്യങ്ങളും നേരിടുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള അജണ്ടകൾ സൃഷ്ടിക്കുമ്പോൾ, ഇത്തരത്തിലുള്ള പ്രൊപ്പഗണ്ടകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അജണ്ടകൾ സിലബസുകളിലൂടെ പുതിയ കാലത്തെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഇപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ നമ്മൾ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നത് ആ രാഷ്ട്രീയ പാർട്ടി പറയുന്ന നിലപാടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും അവരെ നമ്മൾ കാണുന്നത്. അവരെ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലാണെങ്കിൽ പോലും സംഘപരിവാർ അജണ്ടയോടെ അല്ലെങ്കിൽ ആ ടാഗോടെ ഇവരെ എല്ലാം കൂട്ടിക്കെട്ടുന്നത് നിങ്ങൾക്ക് തന്നെയാണ് നാളെ ഒരു ഭാരമാകാൻ പോകുന്നത്.